കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ ഇപ്പോൾ ഒരു പുതിയ സംഭവം ഇറക്കിയിട്ടുണ്ട്. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെയുണ്ട്. പക്ഷേ സംഗതി സത്യമാണ്. നേതാക്കളും അണികളും ഇപ്പോൾ ശരിക്കും അങ്ങ് ഇറങ്ങുകയാണ്. പക്ഷേ വോട്ട് ചോദിക്കാനല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കണ്ണൂരിലെ ചെങ്കോട്ടയിൽ ഇപ്പോൾ കൂടുതൽ വിള്ളലുകളാണ് കാണുന്നത്. ഇരട്ടച്ചങ്കൻ അങ്ങേ പുറത്ത് തളർന്നിരിക്കുമ്പോൾ ഇപ്പുറത്ത് സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വടികൊണ്ട് എല്ലാവരെയും തല്ലി ഓടിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഹാട്രിക് സ്വപ്നം എങ്ങനെയൊക്കെയാണ് പാളുന്നതെന്ന് നോക്കാം. പിണറായിസം കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയൊക്കെ തോന്നും. പക്ഷേ സംഗതി വെറും അഹങ്കാരമാണെന്ന് ഇപ്പോൾ അണികൾക്ക് പോലും മനസ്സിലായി. പണ്ട് VS-നെ ഒതുക്കിയ ആ പഴയ വീരവാദമൊന്നും ഇപ്പോൾ നടക്കില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് നാട് മുടിഞ്ഞു. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഭാവം കണ്ടില്ലേ? ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന മട്ട. പക്ഷേ കസേരയിലെ സുഖം അധികകാലം കാണില്ല. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജനം തിളച്ചു നിൽക്കുകയാണ്. ഈ അഹങ്കാരം തന്നെയാണ് പിണറായി വിജയന്റെയും ഈ സർക്കാരിന്റെയും അന്ത്യം കുറിക്കാൻ പോകുന്നത്. ഹാട്രിക് അടിക്കുമെന്ന് സ്വപ്നം കാണുന്നവർക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയാണ്. അടുത്തത് നമ്മുടെ സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. ഗോവിന്ദനിസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഇസമാണ്. പാർട്ടിയെ നന്നാക്കാൻ ഇറങ്ങിയതാണ് പുള്ളി. പക്ഷേ നന്നാക്കി ഇപ്പോൾ പാർട്ടിയെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലാണ്. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ മാഷ് വിചാരിച്ചു ആരും ചോദിക്കില്ല എന്ന്. പക്ഷേ TK ഗോവിന്ദനെ പോലെയുള്ള പഴയ പുലികൾ മാഷിന്റെ മൂക്കിന് താഴെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. കുടുംബവാഴ്ച എന്ന കോൺഗ്രസിനെ കളിയാക്കിയവർ ഇപ്പോൾ സ്വന്തം വീട്ടുകാരെ തിരികെ കയറ്റുകയാണ്. പാവം ഗോവിന്ദൻ മാഷ് പാർട്ടിക്കാരെ പഠിപ്പിക്കാൻ പോയിട്ട് ഇപ്പോൾ സ്വന്തം വീട്ടിലെ വോട്ട് പോലും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കണ്ണൂരിലെ ഉരുക്കുകോട്ടയിൽ ഇപ്പോൾ തുരുമ്പ് പിടിച്ചു തുടങ്ങി. TK ഗോവിന്ദനും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും ഉയർത്തുന്ന വെല്ലുവിളി നിസാരമല്ല. പാർട്ടിയിലെ അഴിമതി ചോദ്യം ചെയ്തവരെ ഒതുക്കാൻ നോക്കിയ നേതൃത്വത്തിന് ഇപ്പോൾ മറുപടിയില്ല. കണ്ണൂരിലെ മലപ്പട്ടത്ത് പ്രതിഷേധ റാലി നടത്തി അണികളെ പേടിപ്പിക്കാമെന്ന് കരുതുന്ന ഗോവിന്ദൻ മാഷ് ഒന്ന് മനസ്സിലാക്കണം, ആ പഴയ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് അണികൾക്ക് വിവരം വെച്ചു. അഴിമതിക്കാരെയും കുടുംബവാഴ്ചക്കാരെയും ചുമക്കാൻ അവർക്ക് സൗകര്യമില്ല. കണ്ണൂരിലെ ഈ വിള്ളൽ കേരളം ഒട്ടാകെ പടരുമെന്ന് ഉറപ്പാണ്. ഈ തല്ലിനിടയിൽ ജയരാജനും ജയരാജനും പുലർത്തുന്ന ആ ഒരു മൗനമുണ്ടല്ലോ, അതാണ് ഏറ്റവും മാരകം. പാർട്ടിയും സെക്രട്ടറിയും പെടുമ്പോൾ ഇവർ മാത്രം എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഒന്നിച്ചങ്ങ് ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഇവർ മാത്രം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ തന്ത്രപരമായ മൗനം പാർട്ടിക്കുള്ളിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ സൂചനയാണ്. പിണറായി തകരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഈ ജയരാജന്മാർ തന്നെയാകും. ഇത്തവണ CPM-ന് ഹാട്രിക് അടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ഭരണം പോലും നിലനിർത്താൻ പാടുപെടേണ്ടി വരും. നേതാക്കളുടെ ഈ തല്ലും അഴിമതിയും കണ്ട ജനം മടുത്തു. സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത ഗോവിന്ദൻ മാഷും എല്ലാം തികഞ്ഞവനെന്ന് നടിക്കുന്ന പിണറായി വിജയനും കൂടി ചേർന്ന് പാർട്ടിയെ ശരിക്കും കുളമാക്കിയിട്ടുണ്ട്. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന ടാഗ് ലൈൻ ഇപ്പോൾ ശരിക്കും അനർത്ഥമാവുകയാണ്. എല്ലാവരും കൂടി തോൽവിയിലേക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങുകയാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പോടെ CPM-ലെ ഈ ഇസങ്ങളൊക്കെ തകരുമെന്ന് ഉറപ്പാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക സ്വഭാവമാണ്. മിണ്ടില്ല, ആരോടും ഒന്നും മിണ്ടില്ല. ആ കസേരയിൽ അങ്ങ് സുഖിച്ചിരിക്കുകയാണ് അദ്ദേഹം. മിണ്ടിയാൽ തന്റെ അഹങ്കാരവും മറ്റൊരു മുഖവും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പുള്ളിക്ക് നന്നായി അറിയാം. പക്ഷേ പിണറായി വിജയൻ ഒന്ന് ഓർക്കണം, മിണ്ടാതിരുന്നാൽ തീരുന്ന പ്രശ്നമല്ല ഇപ്പോൾ CPM-ലുള്ളത്. ഇത് ഒന്നാന്തരം കലാപമാണ്. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് ചോദിച്ച അണികളോട് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നു, ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു, പക്ഷെ വോട്ട് ചോദിക്കാനല്ല, പാർട്ടിയിൽ നിന്ന് പുറത്തേക്കെന്ന്. ചെങ്കോട്ടയുടെ കല്ലുകൾ ഓരോന്നായി ഇളകി തുടങ്ങിയിരിക്കുന്നു. മുഖ്യന്റെ ഇപ്പോഴത്തെ ആ ഇരിപ്പ് കണ്ടില്ലേ? പണ്ട് പത്രക്കാരെ കാണുമ്പോൾ കടക്ക് പുറത്തുനിന്ന് ആക്രോശിച്ച സിംഹമാണ്. ഇപ്പോൾ പത്രക്കാർ പോയിട്ട് സ്വന്തം പാർട്ടിക്കാർ ചോദിക്കുന്നതിന് പോലും മറുപടിയില്ല. കസേരയിൽ അങ്ങ് ഒട്ടിയിരിക്കുകയാണ്. മിണ്ടിയാൽ അബദ്ധം പറ്റുമെന്ന് പുള്ളിക്ക് നന്നായി അറിയാം. മൗനം വിദ്വാൻ ഭൂഷണം എന്നാണല്ലോ. പക്ഷെ ഇവിടെ മൗനം പേടിയുടെ ലക്ഷണമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ആ കസേരയിലെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. പക്ഷെ ഇറങ്ങേണ്ടി വരുമ്പോൾ ആ സുഖം ശരിക്കും അങ്ങ് മനസ്സിലാകും. നമ്മുടെ ഗോവിന്ദൻ മാഷിന് എപ്പോഴും ക്ലാസ് എടുക്കാനാണ് ഇഷ്ടം. പക്ഷേ സ്വന്തം വീട്ടിൽ കുടുംബ വഴക്ക് നടക്കുന്നത് മാഷ് അറിഞ്ഞില്ലേ? ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ കരുതി വോട്ട് ചോദിക്കാൻ എല്ലാവരും കൂടി വരുമെന്ന്. പക്ഷെ ഇപ്പോൾ കാണുന്നത് നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി ഓഫീസിന്റെ പടി ഇറങ്ങുന്നതാണ്. അതേ പാർട്ടിയിൽ നിന്നും എല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങുകയാണ്. ഈ പോക്ക് കണ്ടാൽ വോട്ടെണ്ണി കഴിയുമ്പോൾ AKG സെന്ററിൽ ലൈറ്റ് ഇടാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇതിനിടയിൽ ജയരാജന്മാരുടെ ആ ചിരിയുണ്ടല്ലോ, അത് ലോക പ്രശസ്തമാണ്. ജയരാജൻ വിചാരിക്കുന്നുണ്ടാവും, എന്നെ മാറ്റിയപ്പോൾ സമാധാനമായല്ലോ, ഇനി അനുഭവിച്ചോ എന്ന്. ജയരാജനാണെങ്കിൽ എന്നെ ഒതുക്കിയവർക്ക് ഇങ്ങനെയേ വരൂ എന്ന ഭാവത്തിലും. കപ്പൽ മുങ്ങുമ്പോൾ ലൈഫ് ബോട്ടുമായി ആദ്യം ചാടാൻ നിൽക്കുന്നത് ഇവരാണോ എന്ന് പോലും സംശയിക്കണം.
ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, പെൻഷനില്ല, ശമ്പളമില്ല. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ മാത്രം യാതൊരു കുറവുമില്ല. സ്വിമ്മിംഗ് പൂളും വിദേശയാത്രയും ഒക്കെയായി സുഖവാസം. ഈ സുഖം മാറാൻ ഇനി അധികം ദിവസമില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നത് ഭരണ തുടർച്ചയ്ക്കല്ല, മറിച്ച് ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ്. ഹാട്രിക് എന്നത് ഇത്തവണ ഹാട്രിക് തോൽവിയായി മാറുമെന്ന് ഉറപ്പാണ്. പണ്ട് ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ ഇടിമിന്നലേറ്റാലും തകരില്ലായിരുന്നു. പക്ഷെ ഇന്നൊരു ഗോവിന്ദൻ കാറ്റടിച്ചപ്പോൾ തന്നെ കോട്ടയുടെ കല്ലുകൾ ഇളകിത്തുടങ്ങി. പിണറായി വിജയൻ കസേരയിൽ ഉറച്ചിരുന്നു. പക്ഷേ താഴെ അണികൾ തറമാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ടച്ചങ്കൻ എന്ന ബ്രാൻഡ് നെയിമൊക്കെ ഇപ്പോൾ എക്സ്പയർ ഡേറ്റ് ആയി കഴിഞ്ഞു നിൽക്കുകയാണ്. പണ്ട് മുഖ്യനൊന്ന് തുമ്മിയാൽ കേരളം വിറയ്ക്കുമായിരുന്നു. ഇന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ മുഖ്യനെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന മുദ്രാവാക്യം കേട്ട അണികൾ ആവേശത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നേതാക്കളും കുടുംബക്കാരും മാത്രമാണ് വണ്ടിയിലുള്ളത്. ബാക്കിയുള്ളവർ വഴിയിൽ വെച്ച് തന്നെ ഇറങ്ങിപ്പോയി. ചെങ്കോട്ടയിലെ ഓരോ കല്ലും ഇളകി തുടങ്ങി. എന്താണ് ഈ പിണറായിസത്തിന്റെ അന്ത്യം? അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. ഒരു കാലത്ത് വിരലണക്കിയാൽ കേരളം വിറപ്പിക്കാമെന്ന് കരുതിയ ക്യാപ്റ്റന്റെ കപ്പൽ ഇപ്പോൾ നടുക്കടലിൽ നിൽക്കുകയാണ്. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ കിട്ടിയ ആ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം മൂപ്പരെ അന്ധനാക്കി കളഞ്ഞു. താഴെ അണികൾ തല്ലി പിടിക്കുന്നതും ജനങ്ങൾ പട്ടിണി കിടക്കുന്നതും കാണാൻ പറ്റാത്ത അത്ര സുഖമായിരുന്നു ആ കസേരയ്ക്ക്. ഇപ്പോൾ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെ ഗോ ബാക്ക് വിളികൾ ഉയരുമ്പോൾ പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കണം. അഹങ്കാരം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കോട്ടയും അധികകാലം നിലനിൽക്കില്ല. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് ചോദിച്ച അണികളോട് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നു, ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു, പക്ഷേ വോട്ട് ചോദിക്കാനല്ല, ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. ഹാട്രിക് അടിക്കാൻ ഇറങ്ങിയവർക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നത് ഹാട്രിക് തോൽവി തന്നെയാണ്. ഭരണം പോകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇനി എണ്ണിത്തിട്ടപ്പെടുത്താൻ തോൽവിയുടെ ആഴം മാത്രം ബാക്കി. പിണറായിയുടെ അഹങ്കാരവും ഗോവിന്ദന്റെ പിടിവാശിയും കൂടി ഈ ചുവന്ന കപ്പലിനെ മുക്കിക്കഴിഞ്ഞു. ശരിക്കും ആലോചിക്കുമ്പോൾ കഷ്ടം തന്നെ പിണറായി വിജയന്റെ കാര്യം. ഇരട്ടച്ചങ്കനെന്നും ക്യാപ്റ്റൻ എന്നും വിളിച്ച ആകാശമുട്ടെ പുകഴ്ത്തിയവർ തന്നെ ഇന്ന് മൂപ്പരെ പടിക്ക് പുറത്താക്കാൻ നിൽക്കുകയാണ്. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ കിട്ടിയ ആ ഒരു സുഖമില്ലേ, ആ സുഖം ഒരു ലഹരി പോലെ തലയ്ക്ക് പിടിച്ചുപോയി. ചുറ്റും നടക്കുന്നതൊന്നും കാണാൻ പറ്റാത്തത്ര വലിയ ലഹരി. ഹാട്രിക് അടിക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ വിക്കറ്റ് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതിലും വലിയൊരു പതനം ഒരു രാഷ്ട്രീയ നേതാവിനും വരാനില്ല. ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് ചോദിച്ച അണികളോട് ജനങ്ങൾ മറുപടി നൽകാൻ പോകുന്നതേയുള്ളൂ. ഭരണം പോകും, അഹങ്കാരം തകരും, ചെങ്കോട്ട തുരുമ്പെടുക്കും. ഇതൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് ക്യാപ്റ്റൻ ഒന്ന് ശ്രദ്ധിക്കുക. കപ്പൽ മുങ്ങാൻ അധിക നേരമില്ല. ലൈഫ് ബോട്ടുമായി ജയരാജന്മാർ എപ്പോഴേ ചാടിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.